ഞാൻ ഇന്ന് നിങ്ങളോടിപ്പോൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ ചില സമയത്ത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, ഇഷ്ടമാവണമെന്നില്ല. അതേപോലെ മനക്കെട്ടില്ലാത്ത ആൾക്കാരാണ് ഇത് കേൾക്കുന്നെങ്കിലും അയ്യോന്ന് ഫീൽ ചെയ്യാം. ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയാം. ഇപ്പോൾ ഞാൻ യൂട്യൂബ് ചാനൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കുറേ വർഷമായിട്ട്, 1 വർഷത്തിൽ മേലെയായി. പക്ഷേ എൻ്റെ യൂട്യൂബ് ചാനൽ ഇനിയും അങ്ങനെയൊന്നും സക്സസ് ആയിട്ടില്ല. എന്നാൽ എൻ്റെ പോലെ തന്നെ തുടങ്ങിയിട്ടുള്ള ചെറിയ മന്തുകൾ ആയിട്ടുള്ള ആൾക്കാർ തന്നെ സക്സസ് ആയിട്ടുണ്ട്. അപ്പം അവരെന്തെങ്കിലും സക്സസ് ആയിട്ടുണ്ടല്ലോ, എനിക്ക് പറ്റിയില്ലല്ലോ എന്നുള്ളത്. നമ്മുടെ ജീവിതത്തിന് ഒരു ന്യായമില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഓരോ സിറ്റുവേഷനിൽ ഇരിക്കുമ്പോഴും നിങ്ങൾക്ക് ഓരോരുത്തർക്കും തോന്നിയിട്ടുണ്ടാകും നമ്മുടെ ജീവിതത്തിന് എന്തോ ഒരു ന്യായമില്ലാത്ത എന്നുള്ളത്. നമ്മുടെ ജീവിതം എപ്പോഴും നമുക്ക് നോട്ട് ഫെയർ ആണെന്ന് ഫീൽ ചെയ്യാറുണ്ട്. അത് പലപ്പോഴും എല്ലാവർക്കും ഫീൽ ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ ആ ഒരു സമയത്ത് ഇപ്പം എൻ്റെ കൂടെ പഠിച്ച ഒരാൾ അല്ലെങ്കിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾ കുറച്ചും കൂടെ നല്ല നിലയിലെത്തി, അല്ലെങ്കിൽ നന്നായി പഠിച്ച്, ഞാനും നന്നായി പഠിച്ചിട്ടുണ്ടായിരുന്നു, അവൻ നന്നായി പഠിച്ചിട്ടുണ്ടായിരുന്നു, പറഞ്ഞാൽ അവൻ പാസ്സായി അല്ലെങ്കിൽ അവൻ നല്ല ഉയർന്ന മാർക്ക് കിട്ടിയൊക്കെ നമുക്ക് ഫീൽ ചെയ്യാം. അതേപോലെ നമ്മുടെ കൂടെയുള്ള കൊലീഗ് എന്തെങ്കിലും എന്താ പറയുക പ്രൊമോഷൻസ് കിട്ടിപ്പോയി, ഞാനും അതുപോലെ തന്നെ ഹാർഡ് വർക്ക് ചെയ്തു, പക്ഷേ എനിക്ക് മാത്രം എന്താ ഇങ്ങനെ, ഞാൻ മാത്രം എന്താ ഇങ്ങനെ, നമ്മളെല്ലാവരും ചിന്തിക്കുന്ന കാര്യമല്ലേ. അപ്പോൾ നിങ്ങളടുത്ത് ഇപ്പോൾ എനിക്ക് നിങ്ങളുടെ മുഖത്ത് നോക്കി പറയാനുള്ളൊരു കാര്യം, ആക്സെപ്റ്റ് ചെയ്യാം. നമ്മൾ ഫെയിലാണെങ്കിൽ നമ്മൾ ഫെയിലാണ്, നമ്മൾ തോറ്റു. ഈ ഒന്നും ചെയ്യാതെ, ഹാർഡ് വർക്ക് ചെയ്യാതെ അല്ലെങ്കിൽ ഒരുപാട് ജോലി ചെയ്യാതെ അങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് കണ്ടിട്ട് ഒരു കാര്യമില്ല കേട്ടോ. അവരിത് കണ്ടിട്ട് ഒരു കാര്യമില്ല. കാരണം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് ഒരുപാട് ബുദ്ധിമുട്ടി എന്നിട്ടും നമ്മളിങ്ങനെ ഫെയിലായിരിക്കുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു വല്ലാത്തൊരു ഫീലിങ്സ് ഉണ്ട്, അല്ലെങ്കിൽ വല്ലാത്തൊരു വിഷമമുണ്ട്. അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം. ഞാൻ ഫീൽ ചെയ്യുന്ന ഒരാളാണ്. അപ്പം അവരോട് എനിക്ക് പറയുന്നത് ആക്സെപ്റ്റ് ചെയ്യുക. നമ്മൾ തോറ്റു എന്നുണ്ടെങ്കിൽ നമ്മളത് ആക്സെപ്റ്റ് ചെയ്യുക. അവരോട് അല്ലെങ്കിൽ പറയാം നമുക്ക് എല്ലാവർക്കും ഒരു സമയമുണ്ട്. ആ സമയമാകുമ്പോഴേക്കും നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ആ സക്സസ് കടന്നു വരും. അത് മസ്റ്റായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ലൈഫിൽ നമ്മൾ എവിടെ എന്ത് സ്റ്റാർട്ട് ചെയ്താലും നമ്മൾ ഈ ഒരു ലൈഫിൻ്റെ ഒരു എൻഡിൽ എത്തുമ്പോൾ നമ്മൾ നേടേണ്ട കാര്യങ്ങൾ ആ സമയത്ത് നേടും. ചില സമയത്ത് നമ്മൾ ആ കുട്ടിയെക്കാളും നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവുമായിരിക്കും, മറ്റേ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാൾ നന്നായിട്ട് സ്മാർട്ടായിട്ട് നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും, പക്ഷെ നമ്മൾക്ക് മാത്രം സക്സസ് കിട്ടിയില്ല. അവർ ഒരു നിലയിൽ എത്തിപ്പോയി. അത് അവരുടെ സമയം, നമുക്ക് നമ്മളുടേതായ ഒരു സമയമുണ്ട്. ആ സമയത്ത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യേണ്ടതല്ലോ. എനിക്കെന്താ ഇങ്ങനെ, ഞാൻ മാത്രം എന്താ ഇങ്ങനെ ആയിപ്പോയത്, എനിക്ക് മാത്രം എന്താ ഇങ്ങനെയൊക്കെ എന്ന് ചിന്തിക്കുന്ന നേരം നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക. നമ്മൾ തോറ്റു. അത് നമ്മുടെ റിയാലിറ്റിയാണ്. നമ്മൾ തോറ്റു. പക്ഷേ നമ്മൾ തോറ്റു എന്ന് വെച്ച് നമ്മൾ അവിടെ മുടിക്കെട്ടി അല്ലെങ്കിൽ അവൻ എന്തുകൊണ്ട് നന്നായി, ഇവരെന്തുകൊണ്ട് നന്നായി, അവർക്ക് എന്തുകൊണ്ട് സക്സസ് ആയി എന്നൊക്കെ ആലോചിച്ച് വിഷമിച്ചിരിക്കുന്നതിനേക്കാൾ എത്രയോ ബെറ്റർ നമ്മൾ പിന്നെയും ഹാർഡ് വർക്ക് ചെയ്യാൻ എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ഏതൊരു സംഭവത്തിലേക്ക് പോയി കഴിഞ്ഞാലും നമ്മൾ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് അല്ലെങ്കിൽ നല്ല നിലയിലെത്തിയുള്ളത്. അവരൊക്കെ ലൈഫിൽ ഇതുപോലെ ഒരുപാട് ഫെയിലിയേഴ്സ് ഫേസ് ചെയ്തിട്ട് വന്നിട്ടാണ് അവിടെ സക്സസ് ആയിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം തന്നെ നമ്മളിത് മറ്റുള്ളവർ നമ്മളെക്കാളേറെ പാസ്സായി അങ്ങനെയൊക്കെ ആകുന്ന സ്ഥലത്ത് അത് ചിന്തിച്ച് നമുക്ക് വിഷമം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മുഖത്തേക്കൊക്കെ ചില ആൾക്കാർ വന്ന് ചോദിക്കും, അവൻ നിൻ്റെ കൂടെ തന്നെ പഠിച്ചതല്ലേ, അവനിപ്പോൾ നല്ല നിലയിലെത്തിയല്ലോ, അവൻ നിൻ്റെ പോലെ തന്നെ വർക്ക് ചെയ്യുന്നവനല്ലേ, അവനിത് അടിപൊളിയിലാണല്ലോ. ഇങ്ങനെ വന്ന് പലരും നമ്മളോട് ചോദിക്കും. നമ്മുടെ ലോകം അങ്ങനെയാണോ? നമ്മളടുത്ത് അങ്ങനെ തന്നെയാണ് അവരെല്ലാവരും. നമ്മളിപ്പോൾ ഫെയിലായിട്ട് ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മളടുത്ത് അങ്ങനെ തന്നെയാണ് ചോദിക്കുക. നിങ്ങൾ ഈ ലോകത്തിനെ പറ്റി ചിന്തിച്ച് ചോദിക്കുമോ? ഞാൻ പലപ്പോഴും നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ലൈഫ് എന്ന് പറഞ്ഞാൽ ന്യായമില്ല എന്ന് ഞാൻ പറയാം. നമ്മൾ ഭയങ്കര അൺഫെയർ ആയിട്ടുള്ളൊരു ലൈഫാണെന്ന് ഞാൻ പറയുന്നതിനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചില സമയത്ത് ചില സിറ്റുവേഷൻ, ഇപ്പോൾ എൻ്റെ ഒരു ഫാമിലി എൻ്റെ ലൈഫിൽ ഞാൻ പറയാം, ഞാൻ കുട്ടിക്കാലം തൊട്ട് ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ആയിട്ട് അച്ഛൻ നോക്കിക്കൊണ്ടിരുന്ന മക്കളായിരുന്നു ഞങ്ങൾ. ആ സമയത്ത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനാണെങ്കിലും ആർക്കായാലും നമ്മളൊരു വില ഉണ്ടായിരുന്നില്ല, ആർക്കും ഒരു വില ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ പഠിക്കുന്ന കാലത്താണെങ്കിലും ഞാൻ എന്താണ് ക്ലാസ്സിൽ സ്കോർ ചെയ്യുന്നത്, അല്ലെങ്കിൽ എനിക്ക് എത്ര മാർക്ക് ഒന്നും അറിയാതെ തന്നെ നമ്മൾ തോന്നിട്ട് പറയും നന്നായിട്ട് പഠിക്കണം കേട്ടോ, ഇങ്ങനെ പോയാൽ പറ്റില്ല. അപ്പോൾ ഞാൻ വയ്ക്കും എൻ്റെ ആൻസർ ഷീറ്റ് അവർ കണ്ടിരുന്നു എന്നെ കണ്ടിട്ട് നമ്മൾ ജീവിക്കുന്നത് ഇങ്ങനെ ഒരു താഴേക്കിടയിലുള്ളൊരു ഫാമിലിയിലാണ്, അല്ലെങ്കിൽ അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട് നോക്കുന്നവരാണ്. അപ്പോൾ ആ കുഞ്ഞുങ്ങൾ നന്നായിട്ട് പഠിക്കൊന്നുമില്ല, അല്ലെങ്കിൽ അവരുടെ ലൈഫ് ഇങ്ങനെയാണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ എപ്പോഴും നോക്കിക്കാണാം, പ്രത്യേകിച്ചും റിലേറ്റീവ്സ് കേട്ടോ. ആ സമയത്ത് ഇങ്ങനെ നോക്കിക്കാണുന്ന സമയത്ത് ഞാനതിനൊന്നും റിപ്ലൈ കൊടുക്കാൻ പോകാറില്ല കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞാനിപ്പോൾ ഡിഗ്രി കഴിഞ്ഞ് ഇവിടെ എത്തിയപ്പോൾ കല്യാണം കഴിച്ചു. ഇപ്പോൾ കുഴപ്പമില്ല, ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ചും പുറത്താണ്. അങ്ങനെയൊക്കെ ആയ സമയത്ത് ഈ പറഞ്ഞ ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിലും അയൽവക്കക്കാരാണെങ്കിലും ഏത് ആൾക്കാരാണെങ്കിലും പോലും അവരുടെ ഭാഗത്ത് നിന്നുള്ള ഒരു വലിയൊരു റെസ്പെക്റ്റ് ഉണ്ട് അവരുടെ ഭാഗത്ത് നമുക്ക് കിട്ടുന്നത്. അയ്യോ നമ്മൾ എന്തോ എന്ന് നേടിയിട്ടുള്ളത്, അതാണ് ലോകം അങ്ങനെയാണ്. നമ്മൾക്ക് ചില സമയത്ത് ഇതിനെ പണത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ അത് വളരെ വലിയൊരു കാര്യമാണ്. പക്ഷേ നമ്മുടെ ലൈഫിൽ നമ്മൾക്ക് എന്തും നമ്മളിപ്പോൾ മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് കിട്ടണം നമ്മൾ ആഗ്രഹിച്ചാൽ നടക്കുന്ന കാര്യമല്ല. നമ്മളുടെ ലൈഫിൽ നമ്മുടെ ഫെയിലിയറും നമ്മുടെ തോൽവിയൊക്കെ നമ്മളങ്ങനെ ഇരിക്കുന്ന സമയത്ത് സ്വന്തം അച്ഛനും അമ്മയാണെങ്കിൽ പോലും നമ്മുടെ അടുത്ത് വന്നിട്ട് ചില സമയത്ത് നീ എന്താ ഇങ്ങനെ നീ നന്നാവത്തെ, എനിക്കൊന്ന് നമ്മൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് എന്നൊക്കെ ചെയ്തിട്ടായിരിക്കും അവിടെ നമ്മൾ തോറ്റുപോയി, നമ്മൾ അൺലക്ക് എന്നൊക്കെ പറയും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു സമയത്ത് നമ്മൾ ഒരു ഓപ്പൺ ആയിട്ടായിരിക്കുക. നമ്മുടെ വീട്ടുകാർ നമ്മുടെ അടുത്ത് ഇങ്ങനെ ആയിരിക്കും ചോദിക്കുക, എന്താടാ നീ ഇങ്ങനെ, എനിക്ക് എന്താ പറ്റാത്തെന്നുള്ള ചോദ്യം. പക്ഷെ നമ്മൾ ഹാർഡ് വയ്ക്കുന്നത് അതേപോലെ ഒരു സമയമുണ്ട്, എല്ലാവർക്കും ഒരു സമയമുണ്ട്, അവരുടെ ലൈഫിൽ ഒരു ഭാഗത്ത് എത്താനുള്ള ഒരു സമയമുണ്ട്. ആ സമയത്തുമ്പോഴാണ് നമ്മൾക്ക് മറ്റുള്ളവരുടെ റെസ്പെക്റ്റ് ആണെങ്കിലും നമ്മൾക്ക് എന്തായാലും നമ്മളിനിയിപ്പം എന്തെങ്കിലും അച്ചീവ് ചെയ്യണം, നമ്മൾ ഒരുപാട് വർക്ക് ചെയ്തിട്ടാണെങ്കിലും നമുക്കൊരു അച്ചീവ്മെൻറ്റ് വരണമെങ്കിലും എല്ലാത്തിനും ഒരു സമയമുണ്ട്. നമ്മുടെ മുഖത്തേക്ക് നോക്കി
ചിരിച്ച ആൾക്കാർ ആ സമയത്ത് നമ്മൾ മുഖത്ത് നോക്കിയിട്ട് ഒരുപാട് പേര് പരിഹസിച്ചിട്ടുണ്ടാവും, ഇവരൊന്നും നന്നാവില്ല, അപ്പോൾ ഇവരെന്താ ഇങ്ങനെയെന്ന് ചോദിച്ച ആൾക്കാർ തന്നെ ആ സമയമാകുമ്പോൾ നമ്മൾ ഞാൻ വിചാരിച്ചിന് നീ നന്നാവുമെന്ന്, ഞാൻ വിചാരിച്ചിന് നല്ല നിലയിലെത്തും എന്നുള്ളത് നമ്മുടെ മുഖത്ത് നോക്കിയിട്ട് വന്ന് തന്നെ അവർ പറയും കേട്ടോ. ഇവിടെ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ അൺലക്കായാലും നമ്മൾക്കൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് നമ്മുടെ കൂടെ ആരുണ്ടാവില്ല. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ഉണ്ടെങ്കിൽ ഒരുപാട് പേര് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാൻ, നമ്മൾ ഹാപ്പിയിൽ എപ്പോഴും ഒരുപാട് പേരുണ്ടാവും. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒറ്റൊരു കാര്യം എന്താ പറയുക, നമ്മുടെ ലൈഫിൽ നമ്മുടെ സ്വന്തം എന്ന് പറയുന്ന ആൾക്കാരാണെങ്കിൽ പോലും നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവില്ല, നമ്മുടെ കൂടെ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ ഒരു നമ്മളിപ്പോൾ ഫെയിലായിരിക്കുന്ന സമയത്തൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ നമ്മൾ ഫീൽ ചെയ്ത് നമ്മൾ വിഷമിച്ചിരുന്നാൽ നമ്മുടെ നഷ്ടങ്ങൾ മാത്രമാണ്. നമ്മൾ മറ്റുള്ളവർക്ക് എന്താ നല്ലോണം ഉണ്ടല്ലോ, ഞാൻ ഇത്രയും എഫേർട്ട് എടുത്ത് എനിക്ക് കിട്ടിയിട്ടില്ലല്ലോ, എനിക്ക് ചിന്തിച്ചിരുന്നാൽ നമുക്ക് ചിന്തിച്ചിരിക്കലും മാത്രമേ ഉള്ളൂ. തോറ്റോ, ഐ ഫെയിൽ, അത് ആക്സെപ്റ്റ് ചെയ്യുക, ഞാൻ ഫെയിലായി. പക്ഷേ ഞാൻ ഫെയിലായി അവിടെ ഇരുന്നിട്ട് കാര്യമില്ല. എൻ്റെ ലൈഫ് മുന്നോട്ട് പോകണമെങ്കിൽ ഞാൻ മൂവ് ഓൺ ചെയ്തേ പറ്റുള്ളൂ. നമ്മൾ ഇനിയും പ്രയത്നിക്കാം, നമ്മൾ വിജയത്തിന് വേണ്ടി ഇനിയും പ്രയത്നിക്കാം. നമ്മുടെ കൂടെ ഒരുപാട് പേര് നിന്നിട്ടുണ്ടാവും, നമ്മൾ വീണ സമയത്താണെങ്കിലും അല്ലാത്ത സമയത്താണെങ്കിലും നമ്മൾ അവരെ എപ്പോഴും അവരുടെ താങ്ക്ഫുള്ളായി തന്നെ ഇരിക്കുക കേട്ടോ. അതേപോലെ നമ്മൾ ലൈഫിൽ നമ്മൾ മനുഷ്യരാണെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള നമ്മൾക്ക് നമ്മളെക്കാളും കഴിയാത്ത ഒരാൾക്ക് വേണ്ടി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് പൊതുവെ അധികം ആൾക്കാരും അങ്ങനെ ആവുന്ന ഒരു നല്ലൊരു മൈൻഡുള്ളവരാണെന്നാണ് എനിക്ക് ആഗ്രഹം. ഞാൻ അങ്ങനെയാണ്. അപ്പം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ, അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവരിൽ നിന്ന് നമുക്ക് റിട്ടേൺ ആയിട്ട് എന്തെങ്കിലും കിട്ടണം നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കരുത്. പല സിറ്റുവേഷൻസും ഞാൻ എൻ്റെ ഹസ്ബൻഡായാലും എന്തെങ്കിലും ഒരു സിറ്റുവേഷൻസ് ആർക്കെങ്കിലും ബുദ്ധിമുട്ട് വന്ന് സഹായിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പം അവർക്ക് ആ ഒരു സമയത്ത് ബുദ്ധിമുട്ടിൻ്റെ സമയത്ത് അവർക്ക് നമ്മളൊക്കെ സഹായിച്ചതൊക്കെ നല്ല, പിന്നെ അവരുടെ ലൈഫ് ചേഞ്ച് ആയി അവരുടെ ലൈഫ് ഒന്ന് ലെവലായിരിക്കുന്ന സമയത്ത് അവർക്ക് ഇതൊന്നും ഓർമ്മയുണ്ടാവില്ല, നമ്മളിങ്ങനെ സഹായിച്ചതൊന്നും പോലും ഓർമ്മയുണ്ടാവില്ല. ആ സമയത്ത് നമുക്കൊരു ഫീലിങ്സ് വരാനുണ്ട്, അയ്യോ നമ്മൾ എന്തിനു സഹായിച്ചു, അല്ലെങ്കിൽ നമ്മൾ ഇത്രയും സഹായിച്ചിട്ട് അവരൊന്നും ഒരു റിട്ടേൺ ഒരു ആ ഒരു റിട്ടേൺ ആയിട്ട് ഒരു സ്നേഹം അല്ലെങ്കിൽ ആ ഒരു താങ്ക്സ് എങ്കിലും അവരുടെ ഭാഗത്ത് നമുക്കില്ലല്ലോ എന്ന് നമുക്ക് തോന്നാറുണ്ട്. പക്ഷേ ഞാൻ ഫീൽ ചെയ്യുന്നത് ഇപ്പം എൻ്റെ മനസ്സിൽ എനിക്ക് ഒരാൾ സഹായിക്കണം അല്ലെങ്കിൽ ഒരാളെ സഹായിക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നുന്ന സമയത്ത് അദ്ദേഹത്തിന് ആ വ്യക്തിക്ക് വേണ്ടി ചെയ്യുക. പിന്നെ റിട്ടേൺ ആയിട്ട് അവരുടെ കയ്യിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാത്ത ആ സമയം അവർ ബുദ്ധിമുട്ടിയപ്പോൾ ഞാൻ സഹായിച്ചു. അതാണ് എൻ്റെ മെൻറ്റാലിറ്റി. അതിൽ നിന്ന് റിട്ടേൺ ആയിട്ട് എനിക്കൊന്നും വേണ്ട, പിന്നെ അതിനെപ്പറ്റി ചിന്തിക്കാൻ പോലും നിൽക്കരുതാണ് ഞാൻ വിശ്വസിക്കുന്ന കാര്യം. ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. പക്ഷേ നമ്മളെ ആരെങ്കിലും എന്തെങ്കിലും സഹായിച്ചിട്ട് നമ്മൾ തിരിച്ച് അവരുടെ എപ്പോഴും ഒരു താങ്ക്ഫുൾ, നമ്മൾ അവരുടെ അടുത്ത് എപ്പോഴും ഒരു നന്ദി സൂചകമായിട്ട് എപ്പോഴും അവരുടെ കൂടെ ഉണ്ടാവണമെന്ന് വിശ്വസിക്കുന്ന ഒരാളും കൂടെ കേട്ടോ. അപ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മുടെ റിയാലിറ്റി, നമ്മുടെ ലൈഫിൻ്റെ റിയാലിറ്റി എന്ന് പറയുന്നത് നമ്മളെ ലൈഫിൽ നമ്മൾ എന്ത് സംഭവങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ നന്നായി ഹാർഡ് വർക്ക് ചെയ്തു, നന്നായി പഠിച്ചു, എന്ത് ചെയ്താലും ഒരു പക്ഷേ നമ്മുടെ മുമ്പിലേക്ക് ഒരു ഫെയിലിയർ വരാം. നമ്മൾ തോറ്റാട്ടോ ഓരോന്ന് പഠിക്കാം. ഇപ്പോൾ ഒരു കുഞ്ഞു കാര്യം ഞാൻ പറയാം. എൻ്റെ മോള് എക്സാം കഴിഞ്ഞപ്പോൾ അവളുടെ ഒരു സബ്ജക്റ്റിൽ 1 മാർക്ക് കുറഞ്ഞു. അത് അവൾ കളർ ചെയ്തതിൽ ഒരു ഭാഗത്ത് ഫ്ലവറിൻ്റെ ഒരു ഭാഗം അവൾക്ക് ലീഫായിട്ട് തോന്നിയില്ല, അതുകൊണ്ട് അവൾ കളർ ചെയ്തു. പക്ഷെ അവൾ പറഞ്ഞു, ഇനി ഞാൻ ലൈഫിൽ കളറിങ് എന്ന് പറഞ്ഞൊരു സംഭവം കിട്ടിയിട്ടുണ്ടെങ്കിൽ മമ്മ അത് ഞാൻ നന്നായിട്ട് നോക്കിയിട്ട് അതിലെവിടെയെങ്കിലും ഒക്കെ എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടോ എന്ന് നോക്കി മാത്രമേ ഞാൻ കളർ ചെയ്യുള്ളൂ എന്ന്. കാരണം നമ്മുടെ ലൈഫിൽ ഒരു ഫെയിലിയർ അല്ലെങ്കിൽ ഒരു തോൽവി വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ പഠിച്ചു. പിന്നീട് നമ്മുടെ ലൈഫിലേക്ക് അതുപോലത്തെ എന്ത് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാലും നമ്മളത് ഓർത്തേ ചെയ്യുള്ളൂ. ഓരോ ഫെയിലിയറും നമ്മുടെ ജീവിതത്തിലേക്ക് പഠിക്കുന്ന ഓരോ പാഠമാണ്. ആ പാഠം നമ്മൾ എപ്പോഴും ഫെയിലായിരിക്കുകയാണെങ്കിൽ നമ്മൾ ശരിക്കും നമ്മുടെ ജീവിതത്തിൽ വലിയ പാഠം പഠിച്ചെടുക്കുകയാണെന്നുള്ള ഒരു തോന്നലുണ്ടാവണം. ഫെയിലറാണ് എല്ലാവരും, ഇപ്പോൾ സക്സസ് ആയിട്ടുള്ള എല്ലാ ആൾക്കാരുടെ ലൈഫിലും ഫെയിലറാണ് അവരുടെ എല്ലാവരുടെ ലൈഫിലുള്ളത്. എല്ലാവരും എപ്പോഴും ജയിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരല്ല, ഒരുപാട് വഴികളിലൂടെ വന്നു എന്നാണ് സക്സസ് ആയിട്ടുണ്ടാവും. നമുക്കായിട്ടൊരു സമയം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ നമ്മളെപ്പോഴും താങ്ക്ഫുൾ ആയിരിക്കണം ദൈവത്തോടെ, നമ്മളെപ്പോഴും പ്രാർത്ഥനയോടെ ആയിരിക്കണം. നമ്മുടെ ലൈഫിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഓരോ ഹാർഡ് വർക്കിലും പ്രാർത്ഥനയോടെ ഇരിക്കുക. നമ്മുടെ ലൈഫിൽ ചിലപ്പം എന്തും വരാം, ഫെയിലറും വരാം, ചിലപ്പം ജയവും വരാം. എന്ത് വന്നു കഴിഞ്ഞാലും നമ്മുടെ റിയാലിറ്റി, നമ്മുടെ ലൈഫിൻ്റെ റിയാലിറ്റിനെ ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പഠിക്കണം. ഫെയിലർ വന്നാലും അല്ലെങ്കിൽ എന്ത് നമ്മൾ വിൻ ചെയ്താലും ഈ ലോകത്തിൽ ആരും എൻ്റെ കൂടെ ഇല്ലെങ്കിലും നമ്മൾ നമ്മുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ചിറകൾ വെച്ച് പറന്നു വരും. കാരണം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. നമ്മളെ ഫെയിലിയർ, നമ്മൾ അതിൽ എന്താണ് ഫെയിൽ ആവാൻ ഉള്ള റീസൺ നമ്മൾ കണ്ടെത്തി മുന്നോട്ടേക്ക് പിന്നെയും പ്രയത്നിച്ച് പോകുമ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വിജയം അവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. തോൽവി ഉണ്ടെങ്കിൽ മാത്രമേ വിജയമുള്ളൂ. എനിക്ക് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുടെ ഒച്ചത്തിൽ വിളിച്ച് പറയാനുള്ളത്, നിങ്ങൾ ആരും സഹായിക്കാനില്ല. നിങ്ങളുടെ മുമ്പിൽ ഫെയിൽ ആയിട്ടുണ്ട്, നിങ്ങൾ ആരും സഹായിക്കാനില്ല, അല്ലെങ്കിൽ എന്നെ ഇവരെന്താ സഹായിക്കാനേ, അല്ലെങ്കിൽ എന്നെ ഇവരെന്താ നോക്കാനേ, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ തോൽക്കുമ്പോഴാലും നിങ്ങൾ തളർന്നു പോകുന്ന സമയത്ത് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ. ഇത് നിങ്ങൾ മനസ്സിലാക്കുക. ഈ റിയാലിറ്റി നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുക. എത്ര സോൾമേറ്റാന്ന് പറഞ്ഞ ഒരാളുണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ ഒരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ പോലും, നിങ്ങളുടെ മുമ്പിൽ ചില സിറ്റുവേഷൻസിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ. അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് പിന്നെ ജീവിതത്തിൻ്റെ മുമ്പിൽ ഒരു ചോദ്യമൊന്നുമില്ല, അയ്യോ എനിക്ക് ആരും ഒന്നുമില്ലല്ലോ എന്നുള്ളൊരു ചിന്തയുമില്ല. നമ്മൾ തന്നെ പ്രയത്നിച്ച് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇപ്പം നിങ്ങൾ തീരുമാനിക്കേണ്ട അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വേണ്ടി നിങ്ങളേ ഉള്ളൂ. നിങ്ങളുടെ മുമ്പിൽ എന്ത് ഫെയിലിയർ വന്നാലോ അത് ചിന്തിച്ച് കരയണോ അതോ ഞാൻ എനിക്ക് വേണ്ടി പ്രയത്നിച്ച് മുന്നോട്ട് പോകണോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. ലോകത്തിൽ നമ്മളോട് പറഞ്ഞ
ഐ വിൽ ഡു ഇറ്റ്, ഞാൻ ചെയ്യും, എനിക്ക് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ് നമ്മൾ തന്നെ നമ്മൾക്ക് വേണ്ടിയിട്ട് പ്രയത്നിച്ച് മുന്നോട്ട് പോകാൻ തുടങ്ങിയോ നമ്മുടെ ലൈഫ് സക്സസ് ആവും. ഫെയിലിയർ എന്ന് പറയുന്നത് പേടിക്കാനുള്ള ഒരു കാര്യമല്ല. നമ്മൾ നമ്മുടെ ലൈഫിൻ്റെ റിയാലിറ്റി, എന്നെ ആരെങ്കിലും ഇപ്പോൾ സഹായിക്കാൻ വരും അല്ലെങ്കിൽ എന്നെ ആരെങ്കിലും ഇപ്പോൾ ചേർത്ത് പിടിക്കും എന്ന് വിചാരിച്ച് ഇരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ തന്നെ ഇരിക്കും. നമ്മൾ തന്നെ നമ്മളെ ലൈഫിൽ ചിന്തിക്കാനുള്ളൂ. നമ്മൾ മുന്നേ ഒരു വർഷം മുമ്പ് നമുക്ക് എന്തോ ഒരു പ്രോബ്ലം വന്നിട്ടുണ്ടായിരുന്നു, ആ പ്രോബ്ലം സോൾവ് ഔട്ട് ആയിട്ട് ഇപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്തോ ഒരു ബോധമായിട്ടുണ്ട്, അതിനെപ്പറ്റി ഓർത്ത് എനിക്ക് ആരുമില്ലല്ലോ, ഞാൻ ആരും സഹായിക്കില്ലല്ലോ, പക്ഷെ നമ്മളിവിടെ എത്തിയില്ലേ. അതുതന്നെയാണ് ലൈഫ്. ഈ ഒരു വർഷം ഇപ്പോൾ നിങ്ങൾ ഹാപ്പിയിലായിരിക്കുന്നെങ്കിൽ അടുത്ത വർഷം നിങ്ങൾക്ക് എന്തോ ഒരു നഷ്ടം വരാനുണ്ട് അല്ലെങ്കിൽ ഒരു ഫെയിലിയർ വരാനുണ്ട്. പക്ഷേ അതിനെ ആക്സെപ്റ്റ് ചെയ്യുക, ഇതാണ് എൻ്റെ ലൈഫിൻ്റെ റിയാലിറ്റി എന്ന് ആക്സെപ്റ്റ് ചെയ്യുക, മുന്നോട്ട് പോവുക. ഞാൻ എൻ്റെ ചെയ്യും, ഞാൻ തന്നെ, ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ ഞാനുണ്ട്, എനിക്ക് ഭയങ്കര പവറായിട്ടുള്ള ഒരു കാര്യമാണ്, ഞാൻ പ്രയത്നിക്കും, ഞാൻ മുന്നോട്ട് പോകുമെന്ന് ചിന്തിച്ചിട്ട് ഈ റിയാലിറ്റിനെ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ ഒരിക്കലും തോറ്റു പോകില്ല കേട്ടോ. ഞാൻ എൻ്റെ ലൈഫിൽ ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. പലപ്പോഴും ഫെയിലറാണ് തോന്നി കരഞ്ഞിരുന്ന ഒരാളാണ്. ഇപ്പോൾ ലൈഫിൽ ഇവിടെ നിൽക്കുമ്പോഴും നിങ്ങൾക്ക് എൻ്റെ ചാനൽ വരെ എടുത്ത് നോക്കിയാൽ അറിയാം, കാരണം അത്ര വലിയ സക്സസ്ഫുൾ ഒന്നുമല്ല. പക്ഷേ എന്നാലും ഞാൻ ഇവിടെ ഇരുന്ന് നിങ്ങളോട് ഇത് പറയുന്നുണ്ടെങ്കിൽ ഞാൻ തോൽക്കാൻ എനിക്ക് മനസ്സില്ല, എൻ്റെ കൂടെ ഞാനുണ്ട്.